ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നീരുദോശയും തേങ്ങാ ചമ്മന്തിയുമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഇഡ്ഡലിയും ദോശയൊക്കെ തിന്ന് ഗ്യാസ്ട്രിക്കൊക്കെ വരുന്നവർക്ക് ഇത് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം ഞാനിവിടെ 2 കപ്പ് പച്ചരി 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങായും 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നീരുദോശയ്ക്ക് അരി അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്താൽ ഒട്ടും തന്നെ ഒട്ടലില്ലാതെ ദോശ നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളം നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നമ്മളിത് നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ അരി അരയ്ക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പം അരിയൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. കൊണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിലുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ മാവൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറെല്ലാം കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ നീരുദോശയുടെ കണക്കെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തത്. 1 കപ്പ് ആദ്യമേ അരയ്ക്കാൻ നേരത്ത് ഇതിലേക്ക് ചേർത്തായിരുന്നു. ഇനി 1 കപ്പ് വെള്ളം കൂടെ നന്നായിട്ട് ജാറൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ചേർത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. വെള്ളം അധികമാകി പോകാനും പാടില്ല, കുറവാകാനും പാടില്ല. എന്നിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് മാവ് ഈ പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ നേരത്ത് ഈ മാതിരി നമുക്ക് കിട്ടണം. ഒരു ദോശപ്പരുവൊന്നുമല്ല മാവ്, ഈ രീതിയിൽ തന്നെ ഇരിക്കണം. ആ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ കുറച്ച് മാവ് ഒഴിച്ച് മൂടി വെച്ച് ഒരു 2 സെക്കൻഡ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ നീരുദോശ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ അടപ്പൊക്കെ ഒന്ന് എടുത്തിട്ട് നീരുദോശ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഇതുകൊണ്ട് നല്ല പേപ്പർ പോലത്തെ നീരുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കാസറോളിലേക്ക് മാറ്റാം. ഈ നീരുദോശയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തി, സിമ്പിളാണ് എന്നാൽ ടേസ്റ്റും. കുറച്ച് ചിരകിയ തേങ്ങയിലേക്ക് ഒരു 5-6 കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാന്താരിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങാ ചമ്മന്തി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അരച്ചെടുത്ത നമ്മളുടെ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മാറ്റുവാണ്. കുറച്ച് വെള്ളമേ ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ, അധികം വെള്ളം പോലെയല്ല. എന്നിട്ട് വെളിച്ചെണ്ണയും കടുകും കരിവേപ്പിലയും വറ്റൽമുളകും മാത്രം ഒന്ന് താളിച്ച് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അടിപൊളി ചമ്മന്തി റെഡിയായി, നമ്മുടെ സൂപ്പറായിട്ടുള്ള നീരുദോശയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്കും